പാപ്പനെ തൊട്ട പാപ്പ സഹിക്കും. ആട് 3 ശരിക്കും ബ്രേക്ക് ഇല്ലാതെ ചിരിക്കാനുള്ള സഹിക്കലടാ. ബ്രഹ്മാണ്ട കോമഡി മൂവി എന്ന് നമുക്ക് പറയാം. അയാൾ വെറും ഒരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല. അയ്യപ്പൻ ചേട്ടാ, 2 സിനിമകളാണ് നമ്മുടെ തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്നത്. അതും 3ാം പാർട്ടാണ്. ഒരു സിനിമയുടെ 1ഉം 2ഉം 3ഉം പാർട്ടിനായിട്ട് ജനങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക പറയുന്നത്. അതും ഈ 2 സിനിമയ്ക്കും പ്രത്യേകതകളും ഉണ്ട്. ഒരു സിനിമയുടെ 1ാമത്തെ പാർട്ട് തൊട്ട് സൂപ്പർ ഹിറ്റ്, 2ാമത്തെ സിനിമയുടെ ആണെങ്കിൽ പൊട്ടിയ സിനിമയുടെ 2ാം പാർട്ട് തിയേറ്ററിൽ അല്ലെങ്കിൽ ഹിറ്റ് ആവുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് നമ്മുടെ സിനിമാ പ്രേക്ഷകരെ, ആസ്വാദകരെ കാത്തിരിക്കുന്ന വമ്പൻ ഹിറ്റുകളുടെ ഒരു കാര്യം? അതില് ഈ പറഞ്ഞ 2 ചിത്രങ്ങളുടെ പേര് താങ്കൾ പറയാത്തതുകൊണ്ട് തന്നെ പേര് ഞാൻ പറയാം. ഒന്ന് ആട് 3, 2 ദൃശ്യം. ഈ ആട് 3 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചില രംഗങ്ങൾ കണ്ട് നമ്മൾ പൊട്ടിച്ചിരിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ആട് 3 ശരിക്കും ബ്രേക്ക് ഇല്ലാതെ ചിരിക്കാനുള്ള ഒരുപാട് എന്താ പറയുക ദൃശ്യം അതിലുണ്ടാകുമെന്ന് തന്നെ നമുക്ക് സീൻസ് ഇഷ്ടംപോലെ ഉണ്ടാകും. കോമഡി, ഹ്യൂമർ, ഫാമിലി എന്റർടൈൻമെന്റ് മൂവി തീർച്ചയായിട്ടും ചെറുപ്പക്കാര് നമുക്ക് ബ്രേക്ക് ഇല്ലാതെ ചിരിക്കാൻ, തിയേറ്ററിൽ എന്തും മറന്ന് നമുക്ക് ചിരിക്കാന്നുള്ള രീതിയിലായിരിക്കുമല്ലോ വിഭവങ്ങളായിരിക്കും. കാര്യം മണ്ടത്തരങ്ങളുടെ ആകെ ഒരു കൂമ്പാരം അതിൽ കാണാൻ കഴിയുമെന്ന് നമുക്കറിയാം. വിജയ് ബാബു എന്ന പോലീസ് ഓഫീസർ ഇന്ദ്രൻസിന്റെ 2ാം ഭാഗത്തിലാണ്. ഇന്ദ്രൻസിന്റെ നമ്മുടെ എം മണിയെ അനുകരിക്കുന്ന രാഷ്ട്രീയ നേതാവ്, അതെ പി ശശി എന്ന് പറയുന്ന എം മണിയെ അനുകരിക്കുന്ന നേതാവ്. പിന്നീട് എനിക്ക് പറയാനുള്ളത് ഡൂഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വിനായകന്റെ കഥാപാത്രം. അപ്പൊ വിനായകന്റെ കഥാപാത്രത്തെ തേടി വരുന്ന ആ ചായക്കടയിൽ അദ്ദേഹത്തിന്റെ ജോലി, ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ 2ാം പാർട്ട് എന്ന് പറയുന്നത് 1ാം പാർട്ടിന്റെ ഒരു റെഫറൻസ് തന്നെയായിരുന്നു. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു 4K രീതിയിൽ ഇറക്കിയ ഒരു ഫീൽ ആയിരുന്നു. കാരണം 1ാം പാർട്ടിൽ നിന്നും വളരെ റെഫറൻസ് ആയിട്ട് തന്നെയാണ് 2ാം പാർട്ട്. പക്ഷെ 3ാം പാർട്ട് വരുന്ന സമയത്ത് കുറെ അധികം പ്രത്യേകതകൾ കാണിക്കുന്നുണ്ട്. ഒരു അതിന്റെ ട്രെയിലറിനകത്ത് തന്നെ ഒരു ബ്രഹ്മാണ്ട കോമഡി മൂവി എന്ന് നമുക്ക് പറയേണ്ടി വരും ആ രീതിയിൽ. പക്ഷെ അപ്പുറത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ആട് 3യുടെ ആ ഒരു വമ്പൻ ഹിറ്റിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം ഈ അടുത്ത ദൃശ്യം 3 വരുന്നത്. അതൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഫാമിലി മൂവി പ്ലസ് സസ്പെൻസ് ത്രില്ലർ എന്ന് മോഹൻലാലിന്റെ പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. 1ാം പാർട്ടും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സസ്പെൻസ് എന്താണെന്ന് നമുക്കറിയാം. 1ാം പാർട്ടിൽ നമ്മൾ കണ്ടതാണ്. അതിന്റെ ആ ഒരു സ്പൂഫ് നഷ്ടപ്പെട്ടു പോവാതെ തന്നെ 2ാം പാർട്ടിലേക്ക് എത്തിക്കുക, അതിന്റെ ഒരു തുടക്കം തൊട്ട് ക്ലൈമാക്സ് വരെ ജനപ്രിയമാക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതിനകത്തിൽ ഒരു പൊടിപ്പും അതൊന്നും പോകാതെ തന്നെ, കാരണം ആദ്യ പാർട്ടിൽ നമ്മൾ കണ്ട ജോർജ് കുട്ടിയുടെ കുറച്ചും കൂടെ മികച്ചൊരു വേർഷൻ 2ാം പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റി. ആ 2ാം പാർട്ടിൽ നിന്നും എന്താണ് ഇനി 3ാം പാർട്ടിലേക്ക് വരാൻ പോകുന്നത്? കാരണം ഒരു എൻഡിങ് നമ്മുടെ മൈൻഡിലുണ്ട്. പക്ഷെ അന്നും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇതിവിടെ തീരുന്നില്ല, കുറ്റവാളിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്ന പരമോന്നത ശിക്ഷ എന്ന് പറയുന്നത് ഇതിങ്ങനെ ഹൈഡ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുക, ഈ ജീവിതം തന്നെയല്ലേ അയാൾക്കുള്ള ശിക്ഷ, അവിടെ കൊണ്ട് നിർത്തുന്ന സമയത്ത് ഇതിനൊരു 3ാം പാർട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു സസ്പെൻസ് ത്രില്ലർ എന്താണ്? കാരണം ചേട്ടാ 2ാം പാർട്ടിലെ എല്ലാവരും ഞെട്ടിപ്പോയ ഒരു സീൻ എന്ന് പറയുന്നത് ആ കോർട്ട് സീനായിരിക്കും. അതിന്റെ ആ വക്കീല് തന്നെ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു സീൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ്ലി അത് ഇദ്ദേഹം അല്ലെങ്കിൽ ഇവരവിടെ നിന്ന് വാദിക്കുന്ന ഇയാളുടെ ഒരു മാസ്റ്റർ പ്ലാൻ. ഫസ്റ്റ് പാർട്ടി പറയത്തില്ലേ 4ാം ക്ലാസ്സുകാരന്റെ ഒരു ബുദ്ധിയല്ല ജോർജ് കുട്ടിക്കുള്ളതെന്ന്. ആ ഒരു സീനിന്റെ എക്സാക്ട് സാധനം നമുക്ക് കിട്ടുന്നത് ഈ സെക്കൻഡ് പാർട്ടിലെ ആ ഒരു സീനിലാണ്. അയാൾ വെറും ഒരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല, അതിൽ കൂടുതൽ മികച്ച ഒരു ബുദ്ധിയുള്ള ഒരാൾ തന്നെയാണ് ദൃശ്യം അല്ലെങ്കിൽ അതിലെ ജോർജ് കുട്ടി എന്ന് പറയുന്നത്. ഇനി 3ാമത് വരുമ്പോ ഏത് പോഷൻ ജനങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും ആസ്വാദകര്, ഇതിൽ എവിടെയായിരിക്കും അടുത്തതിനെ ഒരു ജോർജ് കുട്ടി കുരുങ്ങും എന്നാ പറയുന്നത്, ഈ കേസിൽ കുരുങ്ങും. പക്ഷേ ചേട്ടാ നായകൻ ശിക്ഷിക്കപ്പെടുന്നതിനോട് അല്ലെങ്കിൽ ജോർജ് കുട്ടി സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞ പോലെ അതിനകത്തിലൊരു സിനിമാ കഥ പോലെ നമ്മുടെ സായികുമാർ പറഞ്ഞു വന്നൊരു കാര്യമില്ലേ, നായകൻ കുടുങ്ങുന്നതിനോട് ആർക്കും താല്പര്യമില്ല. കാരണം നായകന്റെ പക്ഷത്ത് ന്യായമുള്ളത് കൊണ്ട് നായകൻ എന്ത് ചെയ്യണം, നായകൻ ആയിരിക്കണം അതിനകത്തുള്ള ഹീറോ, അല്ലെങ്കിൽ അയാൾ ജയിക്കണം എന്നുള്ളതായിരിക്കും ആഗ്രഹം എന്ന് പറയുന്നത്. ഈ സംവിധായകൻ ജിത്തു ജോസഫ് അല്ലേ? അല്ലെ, ജിത്തു ജോസഫ്.
തീർച്ചയായിട്ടും. ഇപ്പം ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെ സംബന്ധിച്ച് അദ്ദേഹം മോഹൻലാലിന് വളരെ ഇഷ്ടപ്പെട്ട സംവിധായകനുമാണ്. ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ കഥ ഫസ്റ്റ് 1ാം ഭാഗം മോഹൻലാലിന് കഥ പറഞ്ഞ് കേട്ട ശേഷമാണ് മോഹൻലാൽ വരുന്നത്. പിന്നീട് അങ്ങോട്ട് 2-3 ഭാഗവും ജിത്തുവിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസം വരികയാണ്. വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ കഥ പോലും കേൾക്കില്ലല്ലോ ചിലർ. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഒരു നല്ലൊരു സംവിധാന മികവ് നമുക്കതിൽ പ്രതീക്ഷിക്കാം. രണ്ടാമത് ഈ പറയുന്ന പോലെ നമ്മുടെ അദ്ദേഹത്തിന്റെ ജോഡിയായി സ്ഥിരം അഭിനയിക്കുന്ന മീന, അത് തന്നെയാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവർ തമ്മിലൊരു ഭയങ്കര ജോഡി തന്നെയാണ്. മോഹൻലാലിന്റെ ഒരു ഭാഗ്യ ജോഡി കൂടിയാണ് മീന. അതും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ഇത് തന്നെയാണ്. ഈ 3ാമത് ദൃശ്യത്തിന്റെ തിരക്കഥ കൺസെപ്റ്റ് മായ എന്ന് പറയുന്ന ഒരു 2ാം പാർട്ടിലെ വക്കീല്, അതെ, അവരുടേതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ജിത്തുവാണ് തിരക്കഥയും സംഭാഷണം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഇരുത്തം വന്ന തിരക്കഥ കൃത്ത് തന്നെയാണ്. സിനിമയുടെ ബലം എന്ന് പറയുന്നത് തിരക്കഥയിലാണ്. തീർച്ചയായും നമ്മൾ സിനിമയിൽ കാണേണ്ട മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് 2025 സൂപ്പർ ഹിറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ 2026 തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു മോഹൻലാൽ ഓളം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിന് തൃപ്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഒരുപിടി മൂവീസ് അല്ലെങ്കിൽ ഒരുപിടി ഔട്ട്ലുക്കുകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ അല്ലെങ്കിൽ ചുവടുവെപ്പ് അല്ലെങ്കിൽ 2026 ഒരു വമ്പൻ ഹിറ്റായിട്ട് വരാൻ പോകുന്നൊരു സിനിമയാണ് ദൃശ്യം 3. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ ഭാഷകളിലും ഒരുമിച്ചല്ലേ റിലീസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അല്ലെങ്കിൽ റിലീസ് ഡേറ്റ് ഒരുമിച്ചാണെന്ന് തന്നെയാണ് കേൾക്കുന്നത്. എല്ലാ ഭാഷകളിലും റിലീസും അങ്ങനെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു ഗ്ലോബൽ മൂവി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്രത്തോളം ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ജനങ്ങൾ നമുക്ക് അതിൻ്റെ ഒരു കോർ അറിയാം ചേട്ടാ. ഇതാണ് കഥാപാത്രങ്ങളെ നമുക്കറിയാം. വരുൺ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം. അത് 1ാമത്തെ പാർട്ടിൽ നിന്ന് തന്നെ വരുൺ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിൽ നിന്ന് വീണ്ടും ഒരു ക്രൈം സ്റ്റോറി എന്ന രീതിയിലേക്ക് ഒരു ഫാമിലി ക്രൈം സ്റ്റോറി എങ്ങനെയാണ് ഒരു ഫാമിലി സസ്പെൻസ് ത്രില്ലർ സ്റ്റോറിയായി മാറുന്നത് എന്നുള്ള ഒരു ഉദാഹരണമാണ് ദൃശ്യം എന്ന് പറയുന്നത്. ഇനി ദൃശ്യത്തിനകത്തിലെ 3ാം പാർട്ടിൽ എന്തൊക്കെ സസ്പെൻസുകളാണ്, ഏത് രീതിയിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഒരു വശത്ത് ഒരു വമ്പൻ ചിരി പടം വരുന്നുണ്ട്. ഷാജി പാപ്പനും പിള്ളാരും തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഇനി ഒരു കാരണം ഇന്നിപ്പം 17-ാം തീയതിയാണ്, 19-ാം തീയതിയാണ് ആട് 3യുടെ ഒരു റിലീസ് എന്ന് പറയുന്നത്. ആട് 3യുടെ റിലീസ് ടൈം അല്ലെങ്കിൽ ആട് 3 അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് ഭയങ്കര ഒരു ആരവമായിരുന്നു. കാരണം ആ ഒരു ടീമാണെങ്കിലും നമ്മുടെയൊക്കെ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ, നാട്ടുകൂട്ടത്തിനകത്തിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ, അങ്ങനെ ഒരു ആ ഒരു ഫീലാണ് ശരിക്കും ആട് കാണുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കഥ. ആ കഥയ്ക്കകത്തിൽ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ലോജിക് ഉണ്ടായിരിക്കാം, ലോജിക് ഇല്ലാത്ത ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ പൊട്ടിച്ചിരിച്ചിരിക്കുന്ന പോകുന്ന ഒരു, അതേപോലെ സോങ്ങുകൾ വളരെ സൂപ്പർ ഹിറ്റായിരുന്നു. നമുക്ക് സോങ്ങുകളെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ആടിലെ സോങ്ങുകളൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. അതേപോലെ തന്നെ സോങ്ങുകൾക്ക് പ്രാധാന്യം ആട് 3യിലും കൊടുക്കുന്നുണ്ട്. കാരണം ഒരു തിയേറ്റർ ഇളക്കി മറിക്കാനായിട്ടുള്ള ഒരുപിടി സോങ്ങുകളും വന്നിട്ടുണ്ട്. സോങ് ലോഞ്ചൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ യൂത്തന്മാർക്കും ഫാമിലിക്കും എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു കിടിലം പടമാണ് വരാൻ പോകുന്നത്. നമുക്ക് ഓവർ ഹൈപ്പ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഓവർ ഹൈപ്പ് കൊടുക്കുന്ന പടങ്ങളൊക്കെ പലപ്പോഴും ഒരു അത്രത്തോളം ആടിന്റെ തിരക്കഥ മിഥുൻ മാനുവൽ തോമസ് അല്ലേ? മിഥുൻ മാനുവൽ തോമസ് 5-ാം പാതിര എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ എഴുതിയ ആളാണ്. ഇത് മിഥുൻ മാനുവൽ തോമസ് തന്നെ പറയുന്നുണ്ട്, ആദ്യത്തെ ഈ 1ാം ഭാഗത്തിന്റെ കഥ അദ്ദേഹം പറയുമ്പോൾ വിജയ് ബാബു ആണ് എൻ്റെ നിർമ്മാണത്തിൽ ഒരു പരിധി വരെ എൻ്റെ പകുതിയോളം സാന്ദ്ര തോമസും വിജയ് ബാബുവാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും അത് ആ കഥ ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇത്രയും വളരെ ഈ 5-ാം പാതിര പോലെയുള്ള അല്ലെങ്കിൽ അല്ലാതെയുള്ള ഹൊറർ സിനിമകൾ, കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ചിത്രമാണ്, അത് വളരെ ഹൊറർ ചിത്രമായിരുന്നു. അതിൻ്റെ തിരക്കഥ എഴുതിയ മിഥുൻ മാനുവൽ ആണ് എഴുതിയെന്ന് പറയുമ്പോൾ അതിശയം തോന്നാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം അതിൽ ഇതിൽ പറയാനുള്ളത്, മലയാള സിനിമയിൽ ഇത്തരത്തിൽ 3 ഭാഗമായിട്ട് ഇറങ്ങിയ സിനിമകൾ വേറെയുണ്ട്. നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ് എൻ്റെയൊക്കെ കൊച്ചി സത്യന്തിക്കാട് ചിത്രം, ആ സിനിമയൊക്കെ ഞങ്ങൾ ഒരു 200 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ട്. ഞാൻ ദാസനും വിജയനും. അത് ഒരു ശരിക്കും നല്ലൊരു സോഫ്റ്റ് കോമഡി ചിത്രമാണത്. അതിനുശേഷം വരുന്നതാണ് പട്ടണപ്രവേശം. അത് അതിലും ഭയങ്കര രസകരമായ രീതിയിലാണ്. കാര്യം ആദ്യത്തെ പടം സത്യന്തിക്കാടാണ് സംവിധാനം ചെയ്യുന്നത്. ഏതാ? ഈ നാടോടിക്കാറ്റ്. 2ാമത് സത്യന്തിക്കാട് തന്നെയാണ് പട്ടണപ്രവേശം ചെയ്യുന്നത്. അക്കരെ വരുന്ന പ്രിയദർശനാണ് ചെയ്യുന്നത്. അത് അമേരിക്ക പോയാണ് ചെയ്യുന്നത്. സിഐഡികള്. അത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മോഹൻലാലിന് അങ്ങനെ ഒരു ഇറ തന്നെയുണ്ട്. 1, 2, 3 ഭാഗം. അത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്.
മറ്റേതൊരു പക്ക കോമഡി അങ്ങനെയുള്ള ഒരു മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ പ്രത്യേകത അത് തന്നെയാണ്. ഫാമിലി മൂവി, സാധാരണ ഫാമിലി മൂവിക്കൊക്കെ ചേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ഒറ്റ പാർട്ടൊക്കെ വരാറുള്ളൂ. കാരണം ഒരു എൻഡിങ്ങിലാണ് പോകുന്നത്. സാധാരണ ഈ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് 1, 2, 3 പാർട്ടൊക്കെ പോകുന്നത്. ആ ഒരു രീതിയിൽ അന്നും ഇന്നും അത് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് 2 ജോണറിൽ, ഒരേ പാറ്റേൺ അല്ല, 2 ജോണറിൽ അത് സാധിക്കുക എന്ന് പറയുന്നത് അത് അഭിനന്ദാർഹമാണ്. അത് മോഹൻലാലിനോടൊപ്പം തന്നെ ആ ഒരു ടീമിന്റെ കൂടെ നമുക്ക് ആ ടീമിനെ കാണാതിരിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും ആ ഒരു സ്ക്രിപ്റ്റിന്റെയും ടീമിന്റെയും എഡിറ്റിന്റെയും ആ ഒരു ക്രൂ, ദൃശ്യം 3യുടെ ക്രൂവിന്റെയും കൂടെ ഒരു വിജയം തന്നെയാണ്. ഒരു നല്ല വിജയം തന്നെ ഉണ്ടാവട്ടെ ദൃശ്യം 3ക്ക്. ദൃശ്യം 2വിനെക്കാട്ടിലും ഒരു മികച്ച വിജയം. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു സിനിമയുടെ 3ാം ഭാഗവും ഇറക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ കമ്പനി, അതായത് പ്രൊഡക്ഷൻ ആയിരുന്നാലും സംവിധായകനായാലും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്. അതിനെയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. കാര്യം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മോഹൻലാൽ ശ്രീനിവാസൻ ചിത്രത്തിൽ നാടോടിക്കാറ്റിന് കിട്ടിയ അത്രയും ഹൈപ്പ് പട്ടണപ്രവേശനത്തിന് കിട്ടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ദെൻ അതിനുശേഷം വന്ന അക്കരെ അക്കരയ്ക്കും വേണ്ടത്ര ഹൈപ്പ് കിട്ടിയില്ല. അവിടെയാണ് ഈ ആട് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ആതിര പറഞ്ഞു 1ാം ഭാഗം വന്നുപോയത് ആരും അറിഞ്ഞില്ല. പക്ഷേ തിയേറ്റർ ഫ്ലോപ്പ് ആയിരുന്നു. ദെൻ 2 അതിനെ തട്ടി മറിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ രസകരമായ ഒന്ന്. ഇനി ഈ ഹൈപ്പ് എന്ന് പറയുന്ന സാധനത്തിനെ നല്ല രീതിയിൽ എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ചിലപ്പോൾ മലയാള സിനിമയിൽ ചിലപ്പോൾ ഇനി വന്നെന്നിരിക്കില്ല. കാര്യം ഇതൊരു കോൺഫിഡൻസ് ആണ്. ഈ സംവിധായകൻ്റെയും ഈ ക്രൂവിൻ്റെയും ഇവരുടെയൊക്കെ ഒരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസിന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാര്യം ഒരു ചിത്രം തിയേറ്ററിലെത്തി പ്രേക്ഷകർ സ്വീകരിക്കുമോ സ്വീകരിക്കില്ലയോ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരെ കുറിച്ച് നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ കഴിയും. നമ്മുടെ പ്രേക്ഷകർ നിസ്സാരക്കാരല്ല. ഒരു സിനിമ ഇഷ്ടപ്പെടുന്നത് നമ്മള് മറ്റേ പോസ്റ്റ്മോർട്ടം ചെയ്തൊക്കെ പരിശോധിച്ചല്ലേ നോക്കുന്നത്. മലയാള പ്രേക്ഷകർ ഇന്നത്തെ യുവജനങ്ങള് സിനിമ എന്ന് പറയുന്ന മേഖല നമ്മുടെ യുവതയെ നമ്മളെ സമ്മതിക്കണം. യുവതയല്ല, കാലാകാലങ്ങളിൽ സിനിമയെ സംബന്ധിച്ച് സിനിമ എന്ന പ്രതിഭാസത്തോട് നമ്മുടെ സമൂഹം, പ്രേക്ഷക സമൂഹം കാണുന്നത് അതിൽ പലതരം പ്രേക്ഷകരുണ്ട്. അപ്പോൾ ആ പലതരം പ്രേക്ഷകരെയും എല്ലാ പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെടട്ടെ. തീർച്ചയായിട്ടും കേരളത്തിലെ യുവാക്കൾ കാത്തിരിക്കുന്ന 1ാമത്തെ ചിത്രം ആട് 3 തന്നെയാണ്. ദെൻ കുടുംബങ്ങളും അതുപോലെ തന്നെ നമ്മൾ യുവാക്കളും എല്ലാവരും കാത്തിരിക്കുന്നത് ദൃശ്യം 3 ആണ്.